ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും പ്രാഥമിക ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സ്കൂൾ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും കാണാത്ത രീതിയിലുള്ള ഒരു കിടിലൻ ഇലക്ഷനാണ് എയിംസ് സ്കൂളിലെ അൽഫല ഇൻ്റഗ്രേറ്റഡ് മോഡേൺ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സജ്ജമായി കൊണ്ടിരിക്കുകയാണ് ഇലക്ഷന് മുമ്പോടിയായിട്ടുള്ള കാര്യങ്ങൾ. ഇതാ പുറകോട്ട് നോക്കിയാൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്, അതുപോലെ JRC വിഭാഗങ്ങൾ, പോലീസുകാർ, പട്ടാളക്കാർ, അങ്ങനെ ഒരുപാട് നിരന്തരമായിട്ടുള്ള ഒരുപാട് കിടിലം പോലത്തെ രീതികളിലൂടെയാണ് ഇന്ന് ഈ ഒരു എയിംസിലെ ഈ ഒരു ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് അത് മാത്രമല്ല, ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം KG മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന ഒരു ഇലക്ഷനാണ്. അതാണ് ഈ ഇലക്ഷനെ ചരിത്ര താളങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നലെ ഉണ്ടായിരുന്ന കലാശക്കൊട്ടിലെ ഓരോ പാർട്ടികളും അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അവരുടെ ചിഹ്നങ്ങളും പോസ്റ്റേഴ്സും എല്ലാ രീതിയിലും സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് സാറുമാരുണ്ട്. എല്ലാവരോടും നമുക്ക് വിശേഷം ചോദിച്ചറിയാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കുട്ടികൾ ഇരിക്കുന്ന സ്ഥലമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ബൂത്ത് വരുന്നത്. ഒറ്റ ബൂത്തിലാണ് ഇന്നത്തെ ഈ ഒരു ഇലക്ഷൻ നടക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒറ്റ ബൂത്തിൽ 700ഓളം കണക്കിന് വോട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ബൂത്തിലേക്ക് ഒന്ന് കയറി നോക്കാം. എന്താണ് ബൂത്തിലുള്ള സജ്ജമായിട്ടുള്ള കാര്യങ്ങളെന്ന് അറിയാനായിട്ട്. ഇവിടെ ഇലക്ഷൻ്റെ ഒരുപാട് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഉണ്ട്. ഇവിടെ മഷി പുരട്ടുന്ന ടീച്ചറുണ്ട്. ടീച്ചർ, എന്താണ് ഈ ഒരു ഇലക്ഷനെ പറ്റിയുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ഇന്നത്തെ. നല്ല പോളിംഗ് ഒക്കെ കാണുന്നുണ്ട് അല്ലേ? എത്രത്തോളം സ്ഥാനാർത്ഥികളാണ് നിലനിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഒരു ആവേശകരമായിട്ടുള്ള പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ആവേശകരമായ പോരാട്ടം തന്നെ കാണാം. അപ്പോൾ ഏതായാലും നമുക്ക് ഈ സൈഡിലേക്കൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് നമ്മുടെ വോട്ടിംഗ് സെറ്റപ്പ് ഉള്ളത്. അതായത് ഓരോ പാർട്ടിക്കാരെയും അവരുടെ ചിഹ്നങ്ങളും ബേസ് ചെയ്തിട്ട്, അവരുടെ ഓരോ സ്ഥാനങ്ങളും ബേസ് ചെയ്തിട്ട് ഓരോ നിലയിലാക്കിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്. ശരിക്കും ക്യാമറമാൻ ശരിക്കൊന്ന് കാണിച്ചു കൊടുക്കും ഇവിടെ കൃത്യമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുട്ടി വോട്ട് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ബൂത്തിൽ നിന്ന് ആദ്യം എൻ്റർ ചെയ്ത് ഇവിടെ നിന്നും മഷി പുരട്ടിയതിന് ശേഷമായിരിക്കും വോട്ട് ചെയ്യാനായിട്ട് പോവുക. വളരെയധികം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇലക്ഷൻ നമ്മൾ കണ്ടന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥയായിട്ടുള്ള കാര്യം. ഇനി ഏതായാലും ഇലക്ഷന് ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇലക്ഷൻ കാണാനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ടുണ്ടോ? എല്ലാവരും വോട്ട് ചെയ്യണ്ടോ? ആർക്കാ വോട്ട് ചെയ്യണേ? ഓലൊക്കെ സ്റ്റാറിന്റെ ആൾക്കാരാണ് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് തുടർന്നുള്ള രീതിയിലേക്ക് പോകാം. ഇവിടെ സ്ഥാപനത്തിന്റെ സദർ ഉസ്താദ് കൂടിയായിട്ടുള്ള അബ്ദുൽ ഉസ്താദ് അവர்களுണ്ട്. ഉസ്താദ്, എങ്ങനെ നോക്കി കാണും നമ്മുടെ ഈ ഇലക്ഷനെ? ഈ ഇലക്ഷൻ 2026-27 അക്കാദമിക് വർഷത്തെ ഈ സ്കൂൾ ക്യാമ്പസ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക അല്ലേ? 8ഓളം പോസ്റ്റുകൾ ഉണ്ട് എന്നാ പറഞ്ഞിട്ടത്. ആവേശകരമായിട്ടുള്ള ഒരു ഇലക്ഷൻ ഇല്ലാത്ത വിധം എല്ലാ മക്കളും തന്റെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വളരെ ഉഷാറായി നിന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയണമെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളും മാഷാ അല്ലാഹ് ഈ പ്രാവശ്യം നമ്മുടെ ഓരോ പേരൻസും അവരുടെ സമ്മതിവികാസം രേഖപ്പെടുത്താനായി നമ്മുടെ ഈ ഇലക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവിധ ആശംസകൾ. നന്ദി. ഏതായാലും നമുക്ക് മറ്റുള്ള പ്രോഗ്രാമിലേക്ക് കടന്നു പോവാം. അവിടെ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഒരു ഇനാഗുറേഷൻ സെറിമണി നടക്കുന്നുണ്ട്. ക്യാമറമാൻ പെട്ടെന്ന് എൻ്റെ പുറകിൽ വരേണ്ടതാണ്. ഏതായാലും നമുക്ക് അതിലേക്ക് കടന്നു പോകാം. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനെയും JRC വിഭാഗത്തിനെയും അണിനിരത്തിക്കൊണ്ട് ഒരു ഗംഭീര ഇനാഗുറേഷൻ സെക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ സെറ്റല്ലേ? എല്ലാവരും സെറ്റല്ലേ? നിൽക്കുന്നില്ലേ? ഓലൊക്കെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നല്ലൊരു കാലാവസ്ഥയെ നമുക്ക് അനുയോജ്യമായിട്ട് ഈ ഒരു ഇലക്ഷൻ ദിവസം കിട്ടി എന്നുള്ളതാണ് മറ്റൊരു വ്യത്യസ്തകരമായിട്ടുള്ള കാര്യം. ഒരുപാട് ക്യാമറമാൻ, അതുപോലെ സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങളുള്ളത്. പുറകോട്ട് നോക്കിയാൽ പ്രിസം കാഡറ്റ്, അതായത് ചെറിയ മക്കളുടെ ഒരു നിര തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഭയാനകരമായ അതല്ലെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു കിടിലം പോലത്തെ ഇലക്ഷൻ നിങ്ങൾ എവിടെയും കാണാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് സ്കൂൾ ഇലക്ഷൻ, നമ്മുടെയൊക്കെ നിയമസഭാ ഇലക്ഷൻ പോലെ തന്നെ പ്രചരണങ്ങളും അതുപോലെ വാക്കുവാദങ്ങളും ഡിബേറ്റുകളും എല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ മനോഹരമായിട്ട് കഴിച്ചിട്ടുള്ള ഒരു ഇലക്ഷൻ ഇന്ന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന 3 മണിയോട് കൂടിയായിട്ട് ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പോലും അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇലക്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്ന് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഏറ്റവും മുതിർന്ന ഉന്നതിയിലിരിക്കുന്ന സാറുമാരുണ്ട്. സാറിനോട് ഏതായാലും ബഷീർ സാറിനോട് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. സാർ, എങ്ങനെ നമ്മളെ ഇലക്ഷൻ എങ്ങനെ നോക്കി കാണും സാർ? ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹോത്സവമാണല്ലോ ശരിക്ക് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അൽഫലാഹ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു മാതൃക ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു. പിന്നെ അതുപോലെ നമ്മുടെ ഗൈഡിൻ്റെ ടീച്ചർ കൂടെ ഇവിടെ ഉണ്ട്. ടീച്ചർ കൂടെ കാര്യം ചോദിക്കാം. സാർ, എങ്ങനെ
അതായത് ഇലക്ഷൻ്റെ എല്ലാ സ്റ്റെപ്പുകളും ഈ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം നൽകിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിലെ എല്ലാ ഘട്ടങ്ങളിലെയും പോയി എന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ നമുക്കിത് നടത്താം. താങ്ക് യു സാർ, താങ്ക് യു മാം. അപ്പോൾ ഏതായാലും നമ്മുടെ പ്രിൻസിപ്പളും അദ്ദേഹം കൂടെ ഇവിടെ ഉണ്ട്. സാറിനോടും കൂടെ ചോദിച്ചേക്കാം. സാർ, നമ്മുടെ ഇലക്ഷൻ ഇത്ര ഗംഭീരമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്, എന്താണ് സാറിന് ഈ ഒരു ഉദ്ഘാടന സെക്ഷനിൽ പറയാനുള്ളത് എന്നുള്ളതാണ് ചോദിച്ചത്. വളരെ സന്തോഷം. കാരണം 2026-2027 അക്കാഡമിക് ഇയർത്ത് നമ്മൾ സ്കൂളത്തെ ഫസ്റ്റ് ഇലക്ഷനാണ്. അതിൽ പാരൻസും അതേപോലെ നമ്മളെ സ്കൗട്ട് ഗൈഡിൻ്റെ ഒക്കെ ഒരു ഇനാഗ്രേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രിസം, JRC, സ്കൗട്ട് എല്ലാ സ്ഥാനത്തിലുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ വളരെ സന്തോഷം. ഈ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ബഷീർ സാറും അതേപോലെ ഷീജ മേഡത്തിന് ഒരുപാട് നന്ദി അറിയിക്കണം. എംസിൻ്റെ പേരിൽ ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനുള്ള വ്യക്തമാണ്. ഈ കുട്ടികളെ ഇമാതിരി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ആ ഒരു കിടിലൻ രീതിക്ക് ഇവിടെയുള്ള ഒരു എന്താ പറയുക ഒരു അറ്റ്മോസ്ഫിയർ തന്നെ മാറ്റി എന്നുള്ളതാണ്. നമ്മളൊക്കെ ഈ ഒരു നിയമസഭാ ഇലക്ഷൻ അതല്ലെങ്കിൽ പാർലമെന്ററി ഇലക്ഷൻ കാണുന്നത് പോലെ ഒരു സ്കൂൾ ഇലക്ഷൻ മുന്നോട്ട് ഗമിക്കുകയാണ് എന്നുള്ളതാണ്. സാർ, ക്യാമറമാൻ എൻ്റെ കൂടെ പെട്ടെന്ന് വരും. നമുക്ക് വീണ്ടും അഭിപ്രായങ്ങൾ ഒപ്പിയെടുക്കാനുണ്ട്. ഒരുപാട് രക്ഷിതാക്കൾ ഈ ഒരു ഇലക്ഷനിലേക്ക് വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഏതായാലും നമ്മുടെ ഇലക്ഷൻ്റെ ഒരു ഇനാഗ്രേഷൻ സെറമണി നടക്കാണ്ട് അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നുണ്ട്. അങ്ങോട്ടൊന്ന് തിരിച്ചു കളഞ്ഞാൽ നമുക്ക് കാണാം സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഒക്കെ ഒരു എൻട്രി കാര്യങ്ങളൊക്കെ കാണാം. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇനാഗ്രേഷൻ സെറമണി എയിംസിൻ്റെ മാനേജ്മെൻറ്റും സ്കൂൾ വിദ്യാർത്ഥികളും സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അവർ മുന്നോട്ട് ഗമിക്കുന്നതൊക്കെ നമുക്ക് കാണാം. സാർ, ക്യാമറമാൻ നമ്മുടെ കൂടെ വരും. നമുക്ക് ഏതായാലും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളും കൂടെ ഒപ്പിയെടുത്ത് നോക്കാം. ഇവിടെ ചെറിയ മക്കൾ പോലും വോട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള. ഹലോ, വോട്ട് ചെയ്യാൻ വന്നാണോ? ആർക്കാ വോട്ട് ചെയ്യണ്ടേ? അനക്കോ? ഓൻക്കന്നെയാണ് വോട്ട് ചെയ്യേണ്ടത്. ഏതായാലും മൂപ്പര് സ്വന്തം വോട്ടിനായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഒരുപാട് പാരൻസും ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. എങ്ങനെ നോക്കിക്കാണും നമ്മളെ ഇലക്ഷന്? വളരെ മനോഹരമായിട്ടുള്ള എങ്ങനെ നോക്കിക്കാണുന്നു? ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ഒരു സ്കൂൾ ഇലക്ഷൻ കാണുന്നത് തന്നെ. കഴിഞ്ഞിട്ടില്ല, പേരൻസ് ഒക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളെ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഏതായാലും പോളിംഗ് ബൂത്തിൽ കാര്യങ്ങളൊക്കെ നടക്കാണ്ട് വഴിയെ വരും സമയങ്ങളിൽ ഇലക്ഷൻ്റെ റിസൾട്ടും അല്ലെങ്കിൽ ഇലക്ഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എയിംസിൻ്റെ ന്യൂസ് ബ്യൂറോ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു, നമസ്കാരം. കർഷകരെ വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ വന്നിരിക്കുകയാണ്. നമുക്ക് നിർത്താൻ തോന്നുന്നില്ല, കാരണം അത്രയും ടോപ്പ് ലെവലിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കാവൽ പരിചാരകരെ നമുക്ക് ഇവിടെ കണ്ടുകൊണ്ടിരിക്കാം. ഹലോ, സുഖല്ലേ? അവരൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും വോട്ട് തുടങ്ങിയിട്ടുണ്ട്, വോട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഗസ്റ്റുകളും ഇവിടെ ഉണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് ചോദിച്ചു നോക്കാം. സാർ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളും? നല്ലൊരു എക്സ്പെരിമെന്റ് ആയി, നല്ല എങ്ങനെ നമ്മുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും കുട്ടികളുടെ? വെരി നൈസ്. എല്ലാം വളരെ നന്നായി തോന്നി. ഞാൻ വോട്ട് ചെയ്തു. അപ്പോൾ സാറിന്റെ വോട്ട് നമുക്ക് കാണിച്ചു. കാര്യങ്ങളും കഴിഞ്ഞു. നമ്മുടെ ഗൈഡിന്റെ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. അവരും കൂടെ ആദ്യം തന്നെ വോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ പ്രചരണത്തിനൊക്കെ ഇറങ്ങുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായിട്ടും വീഡിയോയിലൊക്കെ പെടുത്തണം, അതായത് ന്യൂസിലൊക്കെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. എങ്ങനെ നിങ്ങളുടെ വോട്ടൊന്ന് നമ്മളെ ക്യാമറമാൻ കാണിച്ചു കൊടുക്കാം? വോട്ട് ചെയ്ത് മഷി നല്ലോണം പുരണ്ടിട്ടുണ്ട് എന്നുള്ളതും കൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഏതായാലും വോട്ടിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്ഷിതാക്കളും ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ക്യാമറമാൻ അങ്ങോട്ടും തിരിച്ചു നോക്കൂ, ഇവിടെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ന്യൂസിൽ വന്നിട്ടുള്ള ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള ഒരുപാട് പേര് വരിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ എങ്ങനെയാണ് ഈ രക്ഷിതാക്കളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഓല എങ്ങനെയാണ് വന്നെന്നുള്ള അറിയിക്കല്? അവർക്ക് നമ്മളൊരു ID പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ഒരു ID കാർഡ് നമ്മൾ സ്കൂളിന്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ട് കാണിച്ചു തന്നാലേ നമ്മൾ അത് ചെക്ക് ചെയ്തിട്ടാണ് പേരൻസിനെ വോട്ട് ചെയ്യാന്. അതെ, അപ്പോൾ ഇവിടെ മറ്റൊരു വ്യത്യസ്തകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക മറ്റൊരു വ്യത്യസ്തകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇലക്ഷനിൽ നമ്മുടെ സാധാ ഇലക്ഷൻ ഉണ്ടല്ലോ, അതായത് നിയമസഭാ ഇലക്ഷൻ ആവട്ടെ അല്ലെങ്കിൽ പാർലമെന്ററി ഇലക്ഷൻ ആവട്ടെ, ഒരാൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഐഡന്റിറ്റി വേണം. അതുപോലെ തന്നെ ഒരു ഐഡന്റിറ്റി കാർഡ് സ്കൂളിൻ്റെ പേരിൽ ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വോട്ട് ചെയ്യാൻ വരുന്ന പാരൻസിനും കുട്ടികൾക്കൊക്കെ ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വോട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ സ്കൂളിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്, വോട്ട് ചെയ്യാൻ വന്നാണോ? വോട്ട് ചെയ്തോ? ആർക്ക് ചെയ്യണി? പറയണ്ട സ്വകാര്യമൊക്കെ വെച്ചോട്ടോ.
ഓളാർക്ക ചെയ്യണമെന്ന് പറയണില്ല. ഏതായാലും നമ്മുടെ ഇലക്ഷൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പേരൻസിൻ്റെ കടന്നുവരവ് എന്തായാലും ഉണ്ട്. പുറത്തേക്ക് നമുക്ക് പോയി നോക്കാം. നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു ക്രൗഡല്ല ഇപ്പോൾ പുറത്തുള്ളത് എന്നുള്ളത് മറ്റൊരു വ്യത്യസ്തകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെയൊക്കെ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചെരുപ്പ് കാണണം കൂടില്ല, ആ ഒരു രീതിയിലുള്ളത്. കാരണം അത്രക്കും ക്രൗഡായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഇലക്ഷൻ്റെ ഈ ഒരു പ്രചരണങ്ങളോ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ രീതിയും മുന്നോട്ട് പോകുമ്പോൾ അത്രയും ടോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇലക്ഷൻ പാർട്ടിക്കാർ അണിനിരന്നിരിക്കുന്നുണ്ട്. വോട്ട് പിടിക്കാൻ വന്നാണോ? ഏതാ പാർട്ടി? ARP-യുടെ ഇത് ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ സഹയാത്രികനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഏത് ചിഹ്നത്തിലാണ് വോട്ട്? സ്റ്റാർ ചിഹ്നത്തിലാണ് വോട്ട്. അപ്പോൾ ഇലക്ഷൻ പാർട്ടി ബേസ് ആയിട്ടുള്ള ഓരോരുത്തരും ഇവിടെ ഉണ്ട്. ഇവരൊക്കെ ബോഡി ഗാർഡ്സ് ആണോ? നിങ്ങളൊക്കെ എന്താണ് ബോഡി ഗാർഡ്സ്? അപ്പോൾ സെലിബ്രിറ്റികളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? ആരാ വരുന്നാരാ? സെലിബ്രിറ്റി വന്നോ? എവിടെ നിന്ന് വരുന്നത് താങ്കള്? കടപ്പടിക്കെന്നാണ് വരുന്നത്. ഒരുപാട് പേര് ഇനിയും എത്തപ്പെടാനുണ്ട്. ക്രൗഡ് ഏറുന്നതേ ഉള്ളൂ. നിശ്ചിത സമയത്തിനുള്ളിൽ ഈ ഒരു നമ്മുടെ ഇലക്ഷൻ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് ഇന്ത്യൻ ആർമി ഫോഴ്സിനെ തന്നെ സ്കൂൾ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. സുഖല്ലേ? എങ്ങനെ കാണുന്നു ഇലക്ഷൻ? നല്ല രീതിയിൽ കാണുന്നു അല്ലേ? എങ്ങനെയുണ്ട് പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ? നല്ല രീതിയിൽ കാണുന്നുണ്ട്. സാർ എങ്ങനെ കാണുന്നു സാർ? എന്തായാലും ഇവരൊക്കെ വോട്ട് ചെയ്യാനും അതുപോലെ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനും വന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഈ ഒരു സഭയെ ഇങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതും കൂടെ ഇവരുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കുട്ടി പോലീസിനെ നമുക്ക് ഇവിടെ കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇലക്ഷൻ്റെ ഡ്യൂട്ടിയാണല്ലേ? ഇലക്ഷൻ്റെ ഡ്യൂട്ടിയിലാണല്ലേ? എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ പ്രകടനം? റിസ്ക് ഉണ്ടോ? ആൾക്കാരെ അടിക്കേണ്ടി വരുമോ? അടിക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. കുട്ടികൾ നല്ല രീതിയിൽ വോട്ട് ചെയ്ത് പോണില്ലേ? കള്ള വോട്ടൊക്കെ പിടിക്കണം കേട്ടോ. ഉറപ്പായിട്ട് പിടിക്കണം കള്ള വോട്ട്. ഉള്ള വോട്ടും കാര്യങ്ങളൊക്കെ പിടിക്കാനായിട്ട് സമൃദ്ധരായിട്ടുള്ള കുട്ടികളും അതുപോലെ തന്നെ പടയാളികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഏതായാലും ഇവിടെ കുറച്ച് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്. നമുക്ക് അവർക്ക് ഇടയിലേക്കൊന്ന് പോയി നോക്കാം. പക്ഷേ സ്ഥാനാർത്ഥികൾ മടിച്ച് പുറകോട്ട് പോവാണ്. തോൽക്കും തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് പേടിച്ചു കൊണ്ട്? അല്ലല്ല, ഒരു വിജയിക്കുന്നുള്ള കോൺഫിഡൻസിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്തായാലും. അപ്പോൾ ഏതായാലും അവരുടെ അടുത്തേക്ക് നമുക്ക് പിന്നെ പോവാം എന്നുള്ളതാണ്. എന്തായാലും വരും നിമിഷങ്ങളിൽ ഇലക്ഷൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ രോമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് സമയം ഇപ്പോൾ 10 മണി 10:30 ആവുന്നുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് വോട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ അവകാശികൾ എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പേരൻസാണ് ഒരുപാട് പേരുള്ളത്. നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് തന്നെ നമുക്ക് ഇവിടെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുമായിട്ട് നമ്മുടെ സ്കൂൾ ഇലക്ഷൻ അതിവിജയകരമാക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് പേരൻസ് ഉണ്ട്. അതുപോലെ പല രീതിയിലും ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും ഈ ഒരു ഇലക്ഷനിലേക്ക് എത്തിപ്പെട്ടവരുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വ്യത്യസ്തകരമായിട്ടുള്ള കാര്യം. എന്തായാലും നമുക്ക് വോട്ട് ചെയ്ത് വരുന്ന അവരിലേക്ക് തന്നെ പോയേക്കാം. ഹലോ, വോട്ട് ചെയ്തോ? എങ്ങനെയുണ്ട് നമ്മളെ ഇലക്ഷൻ പരിപാടികളൊക്കെ? താങ്ക് യു. വോട്ട് ചെയ്തില്ലേ? എവിടെ മഷി? ഇവിടെ കാണിച്ചു കൊടുത്തേ. ഇതാ മഷി ഉണ്ട് കേട്ടോ. ഓള് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വോട്ട് ചെയ്ത് വരുന്നുണ്ട്. എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങൾ വോട്ട് ചെയ്തില്ലേ? ഇലക്ഷൻ നല്ല രീതിയിൽ വോട്ട് ചെയ്തു അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ? ഏതായാലും ഒരുപാട് പേരുടെ നല്ലൊരു അഭിപ്രായം കിട്ടുന്നുണ്ട്. പോളിംഗിൽ ആര് വിജയിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഇവിടെ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ആവേശവും വാശിയും ഉണർന്നിട്ടുള്ള ഒരു പോരാട്ട വീര്യമാണ് ഒരു സ്കൂൾ ഇലക്ഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ സാറുമാർക്ക് ഒരുപാട് പേർക്ക് പ്രഡിക്ഷനും കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ പോകണില്ല. കാരണം പരിമിതിയാക്കപ്പെട്ടിട്ടുള്ള വോട്ടുകൾ മാത്രമേ ഇവിടെ എത്തി തുടങ്ങിയിട്ടുള്ളൂ. ഒരുപാട് രക്ഷിതാക്കൾ വന്ന് തുടങ്ങുന്നുണ്ട്. കാക്കു, അസ്സലാമു അലൈക്കും. വോട്ട് ചെയ്യാൻ വന്നാണോ? കുട്ടിയുണ്ട് അല്ലേ? ഏതാ ചിഹ്നം ഓർമ്മ ഉണ്ടോ? ചിഹ്നം ഓർമ്മയില്ല. ഏതായാലും വന്നിട്ടുണ്ട്. വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം കേട്ടോ ഇൻഷാ അല്ലാ. എല്ലാവരും അതിഭയങ്കരമായിട്ടാണ് വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നിരന്തരമായിട്ട് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ഥാനാർത്ഥികളെ വീണ്ടും ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങൾ. ഏതായാലും നമുക്ക് വയ്യോളം ഈ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കാം, വീക്ഷിച്ചുകൊണ്ടിരിക്കാം. എന്തായാലും ക്യാമറമാൻ അജ്മൽ ഫാസിനോടൊപ്പം മുഹമ്മദ് സനാഫ്. നമ്മുടെ ഇലക്ഷൻ സത്യം പറഞ്ഞാൽ പൂർണ്ണതയിലേക്ക് എത്തി എന്നുള്ളതാണ്. കാരണം അതീതീവ്രമായിട്ടുള്ള ഒരു പോളിംഗ് തന്നെ ഇലക്ഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രക്ഷിതാക്കളും ഏറെക്കുറെ ഇവിടെ വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിമാരെല്ലാവരും ഉണ്ട്. അത് വോട്ട് ചെയ്തോ? എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടിയൊക്കെ? എല്ലാവരും നമ്മുടെ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പരിപാടി. ഏതായാലും ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ വോട്ടിംഗ് സെന്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എത്തിയവരുണ്ട്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഹലോ,
8 സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ ആ അതെ. പിന്നെ അത് മാത്രമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരെയുള്ള ഒറ്റയ്ക്ക് ഒത്തിട്ടുണ്ട്. ഏതായാലും ഒരു വേറിട്ട അനുഭവമാണ്. നല്ലൊരു ഇലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 മുതൽ 3 വരെ സമയം ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് തോന്നുന്നില്ല 3 മണിക്ക് അവസാനിക്കുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്ററി ഇലക്ഷനൊക്കെ നേരിട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോട് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ഷന് സാധാരണ ഇലക്ഷൻ വരുമ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ഐഡന്റിറ്റി കാർഡ്. ഇവിടെ രക്ഷിതാക്കൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊരു ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. ആധാർ കാർഡ് എടുത്തിട്ട് അതെ എന്തായാലും നമ്മളെ പരിപാടി കളറായത് ഒരാൾക്ക് ഒരു പോയിന്റ് 3 വോട്ടാണ് ലഭിക്കൽ, മാക്സിമം ലഭിക്കൽ. ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ 8 വോട്ട് ലഭിക്കാന്ന് പറയുമ്പോൾ അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളും കുട്ടികളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, താഴ്ത്താൻ ഒരു കുട്ടിനും പറ്റില്ല. അപ്പോൾ ഓരോ പൊസിഷൻ ഓരോ കുട്ടിയിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു ഘടനയാക്കിയിട്ടാണ് ഇലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് ടീച്ചേഴ്സിനൊക്കെ ഒരു പ്രയത്നത്തിലൂടെയാണ് ഈ ഒരു രീതിയിൽ എത്തിപ്പെടുന്നത്. എങ്ങനെയായാലും എങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട് കാണാനുള്ളത്? സാധാരണ ഒരു പാർലമെന്റ് ഇലക്ഷനും അതുപോലെ പഞ്ചായത്ത് ഇലക്ഷനും നേരിടുന്നതിനാണ് സ്ഥാനാർത്ഥികൾ നമ്മളോട് നേരിട്ട് വന്നിട്ട് എന്തായാലും വോട്ട് ചെയ്യുന്നത്. സ്ഥാനാർത്ഥികളെ ഒരാ ഗ്രൂപ്പിൻ്റെ അഭ്യർത്ഥന വേണം. രക്ഷിതാക്കൾ ക്ലിയറാണ്. സാധാരണ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ഒരാൾക്കാണ് ഉള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ ഈ മക്കൾക്ക് അറിയില്ല എങ്ങനെയാണ് ഇത് വോട്ട് ചെയ്യാനുള്ളത്. അവർക്കും ഒരു നല്ലൊരു അനുഭവമായി മാറിയിട്ടുണ്ടാവും. രക്ഷിതാവ് വിദ്യാർത്ഥികൾ ഒരുമിച്ചതാണ് മക്കളൂടെ ഒരുമിച്ച് വോട്ട് ചെയ്യാൻ നല്ലൊരു വോട്ട് ചെയ്തോ വേറെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. ആർക്കാ വോട്ട് ചെയ്തതാണ്? ഈ ആർക്കാ വോട്ട് ചെയ്തേ? എവിടെ വോട്ട് ചെയ്തതോടെ? ആ അവിടെ നീലമശി ഉണ്ടല്ലേ. ആരട്ടെന്ന് നീലമശി ആരട്ടെന്ന് ഉള്ളിലോട്ട് ടീച്ചറാ. ഏതായാലും ഒരുപാട് നന്ദി അതുപോലെ കാര്യങ്ങൾ ചെയ്തതിന്. ഏതായാലും ഇൻഷാ അല്ലാ നമ്മുടെ വോട്ടുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ഒരുപാട് രക്ഷിതാക്കളുടെ ഒരു പ്രയത്നത്താലാണ് ഈ വോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ കൊണ്ടും അല്ലെങ്കിൽ ഏത് സാഹചര്യങ്ങളെയും മറികടന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ കൊടുക്കാനായിട്ട് രക്ഷിതാക്കളും ഉയർന്ന ഉദ്യോഗസ്ഥരും നമ്മളെ എയിംസിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് രക്ഷിതാക്കളും മക്കളും വോട്ട് ചെയ്തോ ഇല്ല സ്ഥാനാർത്ഥിയാണ്. അതാ ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥി? വാച്ച്, അതായത് പാർട്ടി ഇറങ്ങി AAP സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഒരുപാട് രക്ഷിതാക്കൾ വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ടത് നമ്മൾ ആ നീലമശിനെ കാണിച്ചു എല്ലാവരും എന്തായിട്ടുണ്ട് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു, ഒരുപാട് നന്ദി. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഗസ്റ്റുകൾ നമ്മുടെ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ജനറൽ ക്യാപ്റ്റൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ? എങ്ങനെ കാണും? ജയിക്കോ? ഉറപ്പല്ലേ? ബാക്കിയുള്ള 3 പാർട്ടികളെ പിന്താങ്ങിയിട്ട് ഒരു ജയിക്കുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത് അല്ലേ? എന്തായാലും ഒരു ജയിക്കുന്നതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് രക്ഷിതാക്കളെ ഇതിനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ഈ കാര്യം തന്നെ എടുത്തു പറയാനുള്ള കാരണം എന്താണ്, നമ്മൾ തന്നെ കണ്ടിട്ട് അന്താളിച്ച് പോവുകയാണ്. കാരണം ആ സൈഡിലേക്ക് നിങ്ങൾ നോക്കാം, അത് നമ്മളെ സ്കൂളിൻ്റെ കാർസും അല്ലെങ്കിൽ വാഹനങ്ങൾ അവിടെ ഏകദേശം ഒരു 2 1 ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഗസ്റ്റുമായിട്ടുള്ള വർക്കേഴ്സാണ്. അവിടെ മൊത്തം കാണിച്ചു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. അതായത് നല്ല രീതിയിൽ ഒരുപാട് പാരൻസ് കാര്യങ്ങൾ പോയി കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ പിഞ്ചു മക്കൾ KG സെക്ഷനിലുള്ള മക്കൾ ഓരോരുത്തേക്ക് നമുക്കൊന്ന് പോയോക്കാം. ഒരു നല്ല രീതിയിലുള്ള വോട്ട് ചെയ്തോ? ആ ഇവിടെ ഓൾക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. ഇവിടെ ഓൾക്ക് തന്നെയാണ് എന്തായാലും വോട്ട് ചെയ്യുന്നത്. എന്തായാലും നന്നായി നല്ല രീതിയിൽ വോട്ട് ചെയ്യണം കേട്ടോ. മനുഷ്യൻ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും ഇൻഷാ അല്ലാ നമ്മുടെ വോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു 10 മണി തുടങ്ങിയ സമയത്ത് നമ്മൾ ബൂത്തിലേക്ക് കയറി. ഇനി ഏതായാലും നമുക്ക് ചെയ്യാം, ബൂത്തിലേക്ക് ഒന്നും കൂടി കയറി നോക്കാം. ബൂത്തിലേക്ക് കയറി ഇപ്പോൾ ബൂത്തിൽ ഭയങ്കര ക്രൗഡാണ്. നേരത്തെ നമ്മൾ പോയപ്പോൾ ക്രൗഡൊന്നും ഇല്ല. നൈസിൽ വോട്ട് ചെയ്തോ?
കിട്ടണ്ടല്ലോ കിട്ടണ്ടല്ലേ ആരാണ് കിട്ടണ്ടേ നമ്മളെ ചെറിയ മക്കളൊക്കെ ഇതൊരു ക്രൗഡിന്റെ അടിയിലേക്ക് ഒന്നും കൂടെ കയറി വെക്കാം വരൂ കാര്യങ്ങൾ വോട്ടൊക്കെ ചെയ്തില്ല മഷി ഒന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് പോകുന്നത് ഏതായാലും നമുക്കൊന്നും കൂടെ ബൂത്ത് 1-ന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും സാർ ഈ ഒരു നമ്മുടെ ഈ ഒരു വോട്ടിൻ്റെ അതായത് ഈ ഒരു ഇലക്ഷൻ്റെ കൺവീനർ അതായത് ഇലക്ഷൻ്റെ എല്ലാമായിട്ടുള്ള സുശാന്ത് സാറാണ് കൂടെ സാർ ഈ ഒരു ക്രൗഡ് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ കാണുന്നതാണ് തോന്നുന്നത് ഇത്ര ഒരു ക്രൗഡ് തീരെ പ്രതീക്ഷിക്കുന്നില്ല അപ്രതീക്ഷിത തിരക്കാണ് അനുഭവപ്പെടുന്നത് നിലവിൽ ഈ ഒരു ചുരുങ്ങിയ സമയത്തുള്ളിൽ തന്നെ പോളിംഗ് ശതമാനം 60.78% ആയിട്ടുള്ളതാണ് ഇതൊരു പ്രത്യേകത കാരണം നമ്മൾ പ്രതീക്ഷിച്ചത് പാരൻസിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം കൊടുക്കും പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ പാരൻസും രാവിലെ തന്നെ വന്നിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു രീതിയിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നിർത്താനായിട്ട് സാധിക്കുന്നുള്ളൂ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ സമയം അവസാനം വെച്ചിട്ടുള്ളത് 3 മണിക്കാണ് അപ്പോൾ 3 മണിക്കുള്ളിൽ ആരൊക്കെ ഇവിടെ ചെന്നോ അവർക്ക് അവസരം ഉണ്ടാവും അതിനുശേഷം പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. എന്തായാലും ബൂത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ കയറി ശ്രമിച്ചു നോക്കാം പോളിംഗ് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരാൾക്ക് വോട്ട് ചെയ്യണമെങ്കിലുള്ള ID കാർഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു പാർലമെന്ററി ഇലക്ഷനിൽ എങ്ങനെയാണോ വോട്ട് കുത്താനായിട്ട് പോകുന്നത് അതേ മാതൃകയിലാണ് എയിംസിലെ വോട്ട് എന്ന് പറയുന്നത് ഇവിടെ വോട്ടിന്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്നാലും നമുക്ക് പുറത്തിറങ്ങി സഹകരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് പുറത്തിറങ്ങിയാൽ ബാക്കിയുള്ളവർക്കൊരു സഹകരണമാകുമെന്നും കൂടെ തോന്നുന്നു നമ്മുടെ പരിസരത്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ജോലി നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ്. അപ്പൊ നമ്മുടെ മയമാക്കം എങ്ങനെയുണ്ട് നമ്മളെ അപ്പൊ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വരൽ തുടങ്ങി ഏതായാലും വണ്ടി ഇവിടെ പോലീസിന്റെ വണ്ടി കാര്യങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പട്ടാള സൈനികരൊക്കെ പോലീസുകാർ ഏതായാലും വണ്ടി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഇവിടുത്തെ അടുത്തേക്ക് തന്നെ പോയി നോക്കാം രണ്ടാമത്തെ വണ്ടി പുറകിൽ വരുന്നുണ്ട് വണ്ടിയിലായിട്ടാണ് ഇലക്ഷൻ കാര്യങ്ങൾ അതായത് ഇലക്ഷൻ കമ്മീഷൻ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ പട്ടാള സൈന്യം സത്യം പറഞ്ഞാൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ അവിടേക്ക് തന്നെ പോവാണ് അവരുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ നമ്മുടെ പോലീസും അതുപോലെ തന്നെ ഇലക്ഷൻ അർജൻസും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് അടുത്ത വാഹനത്തിൽ അതിന് പുറകിലായിട്ടും എല്ലാവരും നിരന്തരമായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് അത് ഗംഭീരമായിട്ടുള്ളൊരു പ്രോഗ്രാമാണെന്ന് പറയേണ്ടി വരും ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 4 വാഹനത്തിനായിട്ട് പൈലറ്റും അതുപോലെ തന്നെ അതിന് പുറമെ കാര്യത്തിനായിട്ട് അർജന്റീനായിട്ട് എത്തിച്ചേർന്ന് അപ്പോൾ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുണ്ടെങ്കിൽ ഇവിടെ രക്ഷിതാക്കളുടെ ഒരു കടന്നുവരം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യം നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെ നമുക്ക് ഈ വർഷം എയിംസിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മറക്കാനാവാത്ത രീതിയിലുള്ള ഒരു എലക്ഷൻ എയിംസ് സ്കൂൾ അൽഫലാഹ് ഇൻ്റഗ്രേറ്റഡ് മോഡേൺ സ്കൂൾ ഇവിടെ സമ്മാനിച്ചിട്ടുള്ളത് രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്കാണ് നേരത്തെ നമ്മുടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ ഇത് പെരുവള്ളൂരിൻ്റെ തങ്ക ലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെടണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ അർജൻറ്റ് വന്നിട്ടുള്ള വാഹനമാണ് വാഹനത്തിൻ്റെ വേഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പൊക്കെ ഇരിക്കുന്നുണ്ട് ചെറുപ്പൊക്കെ എന്താണ് പറയാനുള്ളത് നമ്മളെ ഇലക്ഷനെ വേണ്ടി സൂപ്പർ ഇലക്ഷൻ ആണല്ലേ അൽഫലാഹിൽ ഒരുപാട് കാലമായിട്ട് എയിംസിൽ ഒരു ഡ്രൈവറായിട്ട് അല്ലെങ്കിൽ എയിംസിൻ്റെ എല്ലാമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഷറഫുക്ക എന്ന് പറയുന്നത് ഷറഫുക്ക എന്ത് തോന്നുന്നു ഈ ഒരു ക്രൗഡ് ഇത്രയും ആൾക്കാരൊക്കെ കാണുമ്പോൾ സൂപ്പറായിട്ട് എല്ലാ വർഷവും നമ്മൾ ഇലക്ഷൻ നടത്തലുണ്ട് പക്ഷേ ഇതിൽ സൂപ്പറായില്ലേ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഒരു ഇലക്ഷൻ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഇല്ലല്ലേ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇലക്ഷൻ അപ്പോൾ ചെറുപ്പക്ക താങ്ക് യു ഒരുപാട് നന്ദി അപ്പോൾ നമ്മുടെ ഇലക്ഷൻ അർജൻസിനൊക്കെ എത്തിയത് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലുള്ള ഡ്രൈവേഴ്സാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് എന്തായാലും തിരിച്ചും മറിച്ചും നോക്കുമ്പോൾ വീണ്ടും അവിടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാർ യാത്രകൾ സുഖമായിരുന്നു യാത്രകൾ സുഖമായിരുന്നു
സുഖമായിട്ട് പോയിരുന്നു. ഡ്രൈവേഴ്സൊക്കെ നല്ല രീതിയിൽ കുത്തും കുലുക്കൊന്നും ഇല്ലാതെ ഇവിടെ കൊടുന്നാക്കില്ലേ അല്ലേ? എന്താണ് ഞാൻ പറയാനുള്ളത്? ആക്കില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ വീശരുത് എന്നാണ് പറയാനുള്ളത്. ഞങ്ങളൊക്കെ പാവങ്ങളാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? സത്യം പറഞ്ഞാൽ ഇവിടേക്ക് പേടി അലോഡല്ല, എന്നാലും വെടി വെക്കാത്തത് കൊണ്ട് മാത്രം ഇവിടേക്ക് വരുന്നു എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് തുടർന്നുള്ള കാഴ്ചകളും അതുപോലെ തന്നെ എയിംസിൻ്റെ ചരിത്രത്തിലുള്ള സംഘടനകളാൽ വിവേചനം ചെയ്യപ്പെടാനുള്ള ഈ ഒരു ഇലക്ഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ക്യാമറമാൻ